നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎയിൽ പോലീസ് പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവർക്ക് കുറഞ്ഞത് 2 വർഷം തടവ് ശിക്ഷ ലഭിക്കുമെന്ന് യുഎ പബ്ലിക് പ്രോസിക്യൂഷൻ. പോലീസ് പിടിയിലായാൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവർക്ക് മുന്നറിയിപ്പുമായി പബ്ലിക് പ്രോസിക്യൂഷൻ വീഡിയോ പുറത്തിറക്കിയിരിക്കുന്നു. കസ്റ്റഡിയിൽ നിന്നോ അറസ്റ്റിൽ നിന്നോ തടവിൽ നിന്നോ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ കുറഞ്ഞത് 2 വർഷമാണ് തടവ് ലഭിക്കുക. 2ൽ കൂടുതൽ പേർ പങ്കാളിയായ കേസ്, ഭീഷണിപ്പെടുത്തലും അക്രമവും ഉൾപ്പെട്ട കേസ് എന്നിവയിൽ നടപടികൾ കടുക്കുമെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. അതേസമയം ആയുധം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയ കേസിലും മറ്റുമാണെങ്കിൽ തടവ് 5 വർഷം വരെ നീളുമെന്നും പ്രോസിക്യൂഷൻ അറിയിച്ചു. അതേസമയം കുറ്റാന്വേഷണത്തിലും രക്ഷാദൌത്യങ്ങളിലും ഹൈടെക് ഡ്രോണുകൾ മുൻനിരയിലേക്ക്. ഒട്ടേറെ ക്രിമിനലുകളെയും നിയമലംഘകരെയും കയ്യോടെ പിടികൂടാൻ കഴിഞ്ഞതോടെ ഡ്രോണുകളുടെ സാധ്യതകൾ കൂടുതൽ ഉപയോഗപ്പെടുത്താൻ തുടങ്ങുകയാണ് പോലീസ്. തന്ത്രപ്രധാന നീക്കങ്ങൾക്ക് കരുത്തേകാനും നിർണായക തെളിവുകൾ കണ്ടെത്താനും ഡ്രോണുകൾക്ക് കഴിയുന്നു. പർവ്വത മേഖലകളിലെയും കടലിലെയും രക്ഷാദൌത്യങ്ങളിലും ഇവ വ്യാപകമായി ഉപയോഗിച്ചു തുടങ്ങി. മാസ്ക് ധരിക്കാതിരുന്ന 518 പേരുൾപ്പെടെ 4400 നിയമലംഘകരെയാണ് ഈ വർഷം ആദ്യ 3 മാസത്തിനിടെ ഡ്രോണുകൾ കുരുക്കിയത്. ഗതാഗത നിയമലംഘനത്തിന് 3767 പേരും അനുവദനീയമല്ലാത്ത മേഖലകളിലൂടെ റോഡിന് കുറുകെ കടന്ന 37 പേരും പിടിയിലായി. സുരക്ഷാ ചട്ടങ്ങൾ ലംഘിക്കുകയും കുറ്റകൃത്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്ത 159 കാറുകളും കണ്ടെത്തി. ലഹരിമരുന്ന് വിൽപ്പനക്കാരെ കുടുക്കാനും ഡ്രോണുകൾ ഉപയോഗിച്ചു തുടങ്ങി. ഡ്രോൺ സംവിധാനങ്ങളോടെയുള്ള പ്രത്യേക വാഹനങ്ങളും സേനയുടെ ഭാഗമായി മാറി. എവിടെ നിന്നും ഡ്രോണുകൾ അയക്കാനാകും. അതേസമയം കോവിഡ് നിയമലംഘകർക്ക് നവംബർ മുതൽ കഴിഞ്ഞ മാസം വരെ 10745 പേരാണ് പിടിയിലായതെന്ന് ബർദുബായ് പോലീസ് സ്റ്റേഷൻ ഡയറക്ടർ ബ്രിഗേഡിയർ അബ്ദുള്ള ഖാദിം പറഞ്ഞു. ഡ്രോണുകൾക്ക് പുറമെ ക്യാമറ, റഡാറുകളും നിയമലംഘകരെ കണ്ടെത്താൻ സഹായിക്കുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.